തളിപ്പറമ്പിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണത്തിന്റെ തിരക്കിലാണ്. രാഷ്ട്രീയത്തിനതീതമായി വോട്ടുകൾ ലഭിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. തളിപ്പറമ്പ് ആഗ്രഹിക്കുന്ന മാറ്റം ഇക്കുറി ഉണ്ടാകുമെന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇത്തവണ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളത്തിലിറങ്ങിയതെന്ന് ഉറപ്പിച്ചു പറയുകയാണ് UDF പ്രവർത്തകർ. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രചാരണാവേശമാണ് UDF ക്യാമ്പിൽ. തളിപ്പറമ്പിൽ ജനങ്ങൾക്ക് എപ്പോഴും സമീപിക്കാവുന്ന MLA ആയി മാറുമെന്ന ഉറപ്പാണ് സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ നൽകുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങൾ അവഗണന നേരിടുന്നെന്നും അത് പരിഹരിക്കുമെന്നും TK ഗോവിന്ദൻ. അവിടെ പറയുന്ന 2200 കോടി രൂപയുടെ വികസനം ഈ തളിപ്പറമ്പ് മണ്ഡലത്തിലുണ്ട് എന്നാണ്. ഈ 2200 കോടി രൂപ വികസനം എവിടെയൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്ക്. അതിൽ നിങ്ങൾക്ക് കൊളച്ചേരിക്കാർക്ക് എത്ര കിട്ടി, മയ്യക്കാർക്ക് എത്ര കിട്ടി, കുറ്റ്യാട്ടുകാർക്ക് എത്ര കിട്ടി, മലപ്പട്ടക്കാർക്ക് എത്ര കിട്ടി എന്ന് പരിശോധിച്ചാൽ അറിയാം വികസനം ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കുകയാണ്. ആ കേന്ദ്രീകരിക്കുന്ന വികസന രീതിയല്ല ഞാൻ തുടരുക. ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ വികസനത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. മണ്ഡലത്തിലെ ജനങ്ങളെ നേരിട്ടറിയുന്ന സ്ഥാനാർത്ഥിയാണ് ഇത്തവണ UDFനായി മത്സരിക്കുന്നതെന്നും അതിനാൽ TK ഗോവിന്ദൻ ജയിക്കുമെന്നും UDF പ്രവർത്തകരും പറയുന്നു. നമ്മുടെ നാട്ടിന്റെ വികസനത്തിന് വേണ്ടി തന്നെ നമ്മൾ UDFന്റെ ഒരു MLA വരിക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ല ഒരു നിലവാരം നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി ഇറങ്ങാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി പ്രകടന പത്രിക പുറത്തിറക്കും. പരമാവധി ആളുകളെ നേരിട്ട് കണ്ടും സൗഹൃദം പുതുക്കിയുമാണ് TK ഗോവിന്ദന്റെ പ്രചാരണം. രാഷ്ട്രീയത്തിനതീതമായി വ്യക്തിബന്ധങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയും UDF ക്യാമ്പിനുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.